നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫുഡ് റിലേറ്റഡായ വീഡിയോ ആയിട്ട് ഇന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബനാന റോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പഴംപൊരിയൊക്കെ തിന്നിട്ടുണ്ടാവില്ല ഒരുപാട്. നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ തിന്നേക്കണം എനിക്ക് തോന്നുന്ന ഒരു ചെറുകടി പലഹാരം ശരിക്കും പഴംപൊരിയൊക്കെ ആയിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള എനിക്കും ഇഷ്ടമുള്ള സംഭവം തന്നെയാണ്. പക്ഷേ നമ്മൾ സാധാരണ പഴംപൊരി അല്ല ഇന്ന് ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളിന്ന് സ്പെഷ്യൽ ബനാന റോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ കാണുക. അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ രീതിയിലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബനാന റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഇത് നമ്മളിവിടെ കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ എടുത്തേക്കുന്നത് മൈദയാണ് കേട്ടോ. ഇത് മൈദാപ്പൊടി നമ്മൾ കലക്കിയതാണ്. ഇത് കളറ് വരാനായിട്ട് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ആടിയിട്ടുണ്ട്, ഒരു നുള്ളു ഉപ്പ് ആടിയിട്ടുണ്ട്, പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ആടിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്, കുറച്ച് അവലെടുത്തിട്ടുണ്ട്. അവൽ നമ്മൾ ജസ്റ്റ് പാനിലിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താണ് കേട്ടോ. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ജീരകവും ഏലക്കയും കൂടി ജസ്റ്റ് ചതച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ബനാന റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഇനി എങ്ങനെ ബനാന റോസ്റ്റ് ഉണ്ടാക്കണേ എന്നുള്ള വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഇത്രയും ഐറ്റംസ് എല്ലാം കൂടി നമുക്ക് കൂട്ടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ തേങ്ങയപ്പീരയും പിന്നെ ഈ കാണുന്ന അവലും പഞ്ചസാര അതുപോലെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ജീരകവും ഏലക്ക ഈ ഇത്ര ഐറ്റംസ് ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി. എന്നിട്ട് നമ്മൾ ബനാനയിൽ വെച്ചിട്ടൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്കത് കാണിച്ചിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ 2 സ്പൂൺ പഞ്ചസാര നമ്മളെടുത്തത് പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജീരകം ഏലക്കയും കൂടി ഇതിൻ്റെ പുറകെ ഇങ്ങനെ തൂളി കൊടുത്തിട്ട് അതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിങ് കഴിഞ്ഞ് നമുക്കിനി ഇരിക്കുന്ന പഴം പതുക്കെ തൊലി പൊളിച്ചു ഇങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അടുത്ത അതാണ് പണി. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ പഴത്തിനുള്ളിൽ നമുക്ക് ഫില്ല് ചെയ്ത് കയറണം കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് നേരെ ഈ പഴം എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇത്രയും വശം നമുക്കൊന്നിങ്ങനെ കീറി എടുക്കണം. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് പതുക്കി ഇങ്ങനെ അകത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിനുള്ളിലാണ് നമ്മൾ ഈ വെച്ചേക്കുന്നത്, നമ്മളൊരു മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിനുള്ളിലേക്കാണ് നമ്മൾ ഇട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പഴം കീറിയെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഇതിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പോകാട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എടുത്ത് കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അമർത്തി നിൽക്കരുത്. അപ്പോൾ നമ്മളിത് ഇവിടെ ബനാന റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പഴം കൂടി ഇവിടെ മിച്ചം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി പൊരിച്ചെടുക്കണം. അപ്പോൾ എണ്ണവും ചൂടായിക്കോട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബനാന റോസ്റ്റ് ഇവിടെ കിടന്നുണ്ട്, നല്ലോണം ഫ്രൈ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്കപ്പോൾ കോരി മാറ്റാട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബനാന റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ ജസ്റ്റ് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. വളരെ നല്ലൊരു വിഭവമാണ്. എന്തായാലും നമുക്ക് ഈവനിങ് ഒക്കെ എല്ലാവർക്കും വീട്ടിൽ അധികം സമയമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.